എന്ന് നമ്മള് നിസ്കാരത്തിന്റെ ഒക്കെ ശേഷം പിന്നെ ദ്വാരക്കുമല്ലോ. ഓരോ ഇപ്പൊ മഗ്‌രിബ് നിസ്കാരാണെങ്കിൽ അല്ലാഹുമ്മ ഹാദാ ഇഖ്ബാലു ലൈലിക വ ഇദ്ബാറു നഹാരിക വ അസ്വാതു ദുആതിക എന്ന് പറയുന്ന ദുആ പുറത്തിൽ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഷെയ്ഖ് എന്നവർ വലയ ചെയ്തിട്ടുള്ളതാണ്. എവിടുന്നെങ്കിലും വാരി വരിച്ച് ദ്വാരക്കണ പരിപാടി സുന്നികൾക്കില്ല. ശരിക്ക് അറബി അറിയുന്നവർക്കൊക്കെ വെട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റും എന്നൊന്നുമില്ല. കാരണം ഏറ്റവും കൂടുതൽ അദബ് പാലിക്കേണ്ടത് പടച്ചോനോട് വർത്താനം പറയാനാണ്. ഏറ്റവും അദബുള്ളത് അള്ളാഹിനോട് വർത്താനം പറയാനാണ്. അതുകൊണ്ട് നല്ല അദബ് പാലിച്ച് പറയണം. അപ്പൊ ഒരു ദ്വാന പറ്റൂല എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം കേട്ടോ, പറ്റും. പക്ഷെ എപ്പോഴും ഇപ്പൊ ചില പ്രയോഗങ്ങൾ ഒരിക്കലും നടത്താൻ പാടില്ലാത്തതുണ്ട്. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഈ പടച്ചോനെ നമ്മളിങ്ങനെ വരുന്ന അവസാനം എന്ത് പറയിച്ചാൽ അള്ളാഹുവെ റോട്ടിൽ ചതച്ചരച്ച് മരിപ്പിക്കല്ല അള്ളാന്നൊക്കെ ഒന്ന് ദ്വാരക്കും. അങ്ങനെ ദ്വാരുന്നുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ അള്ളാന്റെ പണി എന്താണെന്ന് വരും. റോഡിൽ ചതച്ചരച്ച് മരിപ്പിക്കല്ല അള്ളാഹ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും അള്ളാന്റെ പണി അരക്കലാണെന്ന് വരും. ശരിക്കും എങ്ങനെയാ ദ്വാരക്കേണ്ടത്? റോഡിൽ ചതഞ്ഞരഞ്ഞ് മരിക്കുന്നതിനെ തൊട്ട് കാക്കണേ അള്ളാന്നാണ്. കാക്കണ പണിയാണ് അള്ളാഹ്. മോശം അള്ളാഹുവിലേക്ക് ചേർക്കാൻ പാടില്ല. സംഗതി പള്ളി അള്ളാഹുവിന്റെ വീട് എന്നാണ് പറയാ, അമ്പലം അള്ളാഹിന്റെ തന്നെയാണ്, പക്ഷെ പറയാൻ പാടില്ല. അങ്ങനെ ക്യാൻസർ തരരുതേ റബ്ബേ എന്നൊക്കെ ദ്വാരക്കും നമ്മൾ. ഞാരേലും ദ്വാരക്കാണെങ്കിൽ സാലിം വൈസി പറഞ്ഞു വന്നാണ്ട് അയാളെ തിരക്കി ഇൻകിലാബ് ഉണ്ടാക്കി പോയി. എന്നിട്ട് പിന്നെ അയാളെ സാറേ അതിന് കേസ് കൊടുത്തിട്ട് ഞാനതിന് ജാമ്യം എടുക്കാൻ അതിനൊന്നും ആവില്ല കേട്ടോ. തിരുത്തൊക്കെ ഇടേണ്ടി വരും, അതിനൊന്നും ആവില്ല. ഏതായാലും പറഞ്ഞിടത്തോളൊക്കെ മിക്കവാറും തിരുത്തേണ്ടി വരുന്നാണ് മനസ്സിലാകുന്നത്. തലക്കൊന്ന് തുടങ്ങുകയാണ്, എന്തായാലും ആവട്ടെ. അപ്പൊ ഏതായാലും വിഷയങ്ങൾ മനസ്സിലാക്കുക. അതിലൊക്കെ എന്ത് ചെയ്യാന്ന് വെച്ചാല് അദബുകൾ നമ്മൾ ദ്വായില് നല്ലോണം അദബ് പാലിക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ നമ്മൾ സുന്നിയാന്ന് വെറുതെ പറഞ്ഞു നടക്കുക എന്നല്ലാതെ നമ്മുടെ അടിസ്ഥാനങ്ങളെ കുറിച്ച് നമ്മൾ എപ്പോഴും ആലോചിക്കണില്ല. ഒരു വിഷയം ഇതാര് ചെയ്തതാന്നുള്ളത് പുറത്ത് കണ്ണൂർ ജില്ലയാണ്. പുറത്തിൽ എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയാണ്. പുറത്തിൽ ഷെയ്ഖിന്റെ ഖബറൊക്കെ അവിടെ ഉണ്ട്. അവിടെ വലിയൊരു മക്കാമൊക്കെയാണ്, വലിയ മക്കബറുണ്ട്. അപ്പോ പിന്നെ എന്താ പറഞ്ഞു വെച്ചാല് പിന്നെ അപ്പൊ പുറത്തിൽ ഷെയ്ഖ് അവറുകളാണ് നമ്മൾ 5 വക്ത് നിസ്കരിച്ചതിന് ശേഷമുള്ള നമ്മൾ സാധാരണ ചെല്ലുന്ന ദുആ. ഇപ്പൊ ളുഹർ നിസ്കാരാണെങ്കിൽ അല്ലാഹുമ്മ ഗഫിർ ലനാ ദുനൂബനാ വ ഖത്തായാനാ കുല്ലഹാ അല്ലാഹുമ്മ അൻഇശ്നാ വജ്ബുർനാ വഹ്ദിനാ ലിസ്സാലിഹിൽ അഅമാലി വൽ അഖ്ലാഖ്. അങ്ങനെയുള്ള ദുആകളൊക്കെ പുറത്തിൽ ഷെയ്ഖ് അവറുകൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയാണ് എന്ന് പറഞ്ഞതാണ്. പിന്നെ അവന് കൂടെ ഒരു കാര്യം പറയാം. നമ്മളെപ്പോഴും സംഘടനാ രംഗമൊക്കെ നോക്കുമ്പോ പാരമ്പര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം. നമ്മളെ പിന്നെ മറ്റേ നമ്മളെ ഇവിടെ മമ്പൂറടുത്തേ നമ്മളെ വലിയ മുദരിസ് നമ്മളെ മുഷാവറയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അതല്ല അത് പഠിത്തെടുത്തല്ല, അതിന് മുന്നേ അതിന്റെ മുന്നേ നമ്മളെ റഫീഖ് ചെന്നൈയുടെ ഒക്കെ നാട്ടിലെ മുദരിസ് കാടേരി ഉസ്താദിനെ മുഷാവറയിലേക്ക് തിരഞ്ഞെടുത്തിട്ട് മൂപ്പർക്ക് അവിടെ മൂപ്പര് ദർശനത്തുന്ന നാട്ടിലൊരു സ്വീകരണം ഉണ്ടായിരുന്നു. അപ്പൊ സയ്യിദുൽ ഉലമയായിരുന്നു ഉദ്ഘാടനം. പ്രസംഗിക്കാൻ പോയത് ഞാനായിരുന്നു. അപ്പൊ സയ്യിദുൽ ഉലമ അന്ന് പ്രസംഗിച്ച ഒരു പ്രസംഗമുണ്ട്. ഈ ഇൽമ് പാരമ്പര്യത്തിലേക്ക് ചേർക്കപ്പെടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏത് വിഷയവും അങ്ങനെയാണ്, പാരമ്പര്യത്തിലേക്ക് ചേർക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ബിസിനസ്സുകാരന്റെ മകൻ ബിസിനസ്സുകാരനാകൽ എളുപ്പമായിരിക്കും. അതേ സമയത്ത് ഒരു മോലിയൊരു കച്ചവടം തുടങ്ങിയാൽ അത് ഒടുക്കലും എത്തല് കുറച്ച് കഴിയും. അതേ സമയത്ത് കച്ചവടക്കാരന്റെ മകൻ ഹാഫിൽ ആവല് ലേശം നേരം വെക്കും. ഹാഫിദിന്റെ മകൻ ഹാഫിദാകൽ എളുപ്പമായിരിക്കും. പാരമ്പര്യം വളരെ പ്രധാനമാണ്. നേതാവിന്റെ മകൻ വേഗത്തിൽ നേതാവും. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം വെച്ചാൽ ഇപ്പൊ മഹല്ല് കമ്മിറ്റി, മദ്രസ കമ്മിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പാരമ്പര്യം വളരെ പ്രാധാന്യപൂർവ്വം പരിഗണിക്കേണ്ട ഒരു സംഗതിയാണ് എന്നന്ന് സയ്യിദുൽ ഉലമ പ്രസംഗിക്കണ്ടായി. സയ്യിദുൽ ഉലമന്റെ പ്രസംഗിക്കുന്നത് വേറൊരു പ്രത്യേകത ഉണ്ട്. എപ്പോഴും നിസ്ബ ചെയ്ത് പ്രസംഗിക്കും. അതായത് ഹവേലുള്ള പ്രസംഗമായിരിക്കൂല. ഒരു കാര്യം പറയുമ്പോൾ ഇന്ന ആള് പറഞ്ഞു, ഒന്നുകിൽ ശംസുൽ ഉലമയിലേക്ക് ചേർത്ത് പറയും, അല്ലെങ്കിൽ അഹമ്മദ് കോയ ശാലിയത്തിലേക്ക് ചേർത്ത് പറയും. അത് നമ്മളൊരു പാരമ്പര്യത്തിന്റെ അടിസ്ഥാനമാണ്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞങ്ങാണ്ട് അത് ദീനാണ് എന്ന് പറയുന്ന ഒരു രീതി. സയ്യിദുൽ ഉലമന്റെ പ്രസംഗങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. എപ്പോഴും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ വിഭാവനം ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണത്. എപ്പോഴും നമ്മൾ ഒരു എന്ത് പറഞ്ഞാലും ആര് പറഞ്ഞു എന്ന് ചോദിക്കും. അപ്പൊ ഞാനൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രസംഗിച്ചാല് പിറ്റേ ദിവസം കാണാൻ വാട്സപ്പ് ആരാ പറഞ്ഞതെന്ന് ചോദിക്കും. അതേ സമയത്ത് ഞാൻ പറഞ്ഞു കേട്ടിട്ട് വേറൊരാൾ പ്രസംഗിച്ചു എന്ന് വിചാരിച്ചോളി, അയാളോട് ആരാ പറഞ്ഞു എന്ന് ചോദിച്ചാൽ സാലിം വൈസി പറഞ്ഞാന്ന് പറഞ്ഞാൽ മതിയാവും. അതേ സമയത്ത് എനിക്കത് പറഞ്ഞാൽ മതിയാവില്ല.
ഞാൻ പറഞ്ഞ കേട്ടിട്ടോ അല്ലെങ്കിൽ ഞാൻ എഴുതിയത് കണ്ടിട്ടോ നിങ്ങൾ ആരെങ്കിലും ഒരാൾ പ്രസംഗിച്ചു, അയാളോട് ഇത് എവിടെ ഉള്ളതെന്ന് ചോദിച്ചാൽ സാലിം ഫൈസിയുടെ പ്രസംഗത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ മതി. ആ സമയത്ത് ഞാനത് പറഞ്ഞാൽ മതിയാവില്ല. ഞാൻ എൻ്റെ മേലുള്ള ആരാണോ അയാളിലേക്ക് നിസ്ബ ചെയ്യണം. അയാൾ അയാളുടെ മുകളിലേക്ക് നിസ്ബ ചെയ്ത് പറഞ്ഞാലേ സ്വീകരിക്കപ്പെടുള്ളൂ. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ്. അങ്ങനെയുള്ള ഒരു പാരമ്പര്യ രീതിയെ, ആ പാരമ്പര്യത്തിന്റെ ചരിത്രത്തെയാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ താരീഖ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തേലേക്ക് വരുമ്പോൾ സെയിം പറഞ്ഞൂടാ, ഏകദേശം ഒരു കാലഘട്ടം തന്നെയാണ്, എന്നാലും വ്യത്യാസമുണ്ട്. അവരൊക്കെ മമ്പ്രത്തങ്ങൾ ഇപ്പോൾ 100 വർഷത്തിന്റെ അപ്പുറമല്ലോ വന്നിട്ട്. പിന്നെ നമ്മളിപ്പോ പറഞ്ഞാൽ മഖ്ദൂമികളുടെ കാലഘട്ടം എന്ന് പറഞ്ഞതും ഇപ്പൊ മഖ്ദൂമിങ്ങളുടെ ഒരു 52ാമത്തെ തലമുറയ്ക്ക് ആയിരിക്കും, അല്ല സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ 52ാമത്തെ തലമുറയ്ക്കായിരിക്കും നിലവിൽ ഹയാത്തിലുള്ളത്. അപ്പൊ അതില് എന്ന് പറഞ്ഞാൽ ഒരു 5-6 തലമുറകളൊക്കെയാണ് വന്നിട്ടുള്ളത് എന്ന് കാണാം. അപ്പൊ ഒരു ഹിജ്റ 800 700 ഒക്കെ ആ കാലഘട്ടം. പിന്നെ കൃത്യമായ ഡേറ്റുകളൊക്കെ ഉണ്ട്, ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് ഇങ്ങനെ എടുത്ത് പറയണമെന്നേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ അത് കട്ട് ചെയ്തുകൊണ്ട് മറുപടി ഉണ്ടാക്കുന്ന രൂപത്തിൽ കാക്കുകയും ചെയ്യരുത്. നിലവിൽ ഇങ്ങനെ ഓർമ്മയിൽ നിന്ന് ഇങ്ങനെ എടുത്ത് പറയുന്ന ഒരു സാധനം എന്നേ ഉള്ളൂ.